ഒരു പെൺകുട്ടി നിങ്ങളെ അവഗണിക്കുകയോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയോ ചെയ്താൽ അവളുടെ അഹങ്കാരം എങ്ങനെ നശിപ്പിക്കാം? 1. ഇമോഷണലി റിയാക്ട് ചെയ്യരുത്. അവൾ നിങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങൾ അവളെ പിന്നാലെ നടക്കുമെന്നോ മെസ്സേജുകൾ അയച്ച് അപേക്ഷിക്കുമെന്നോ ആയിരിക്കും അവൾ പ്രതീക്ഷിക്കുന്നത്. അതിന് വിപരീതമായി പ്രവർത്തിക്കുക. നിങ്ങളുടെ നിശബ്ദതയാണ് അവളുടെ അഹങ്കാരത്തിന് ഏറ്റവും വലിയ പ്രഹരം. നിങ്ങൾ അയക്കുന്ന ഏതു മെസ്സേജിനേക്കാളും വലിയ ആഘാതം അവളിൽ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ മൗനമാണ്. 2. പെട്ടെന്ന് തന്നെ അകലം പാലിക്കുക. അവളുടെ പെരുമാറ്റത്തെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയരുത്. എന്താണ് സംഭവിച്ചതെന്ന് വീണ്ടും വീണ്ടും ആലോചിക്കുന്നതും അവസാനിപ്പിക്കുക. നിങ്ങളുടെ ശ്രദ്ധ പെട്ടെന്ന് തന്നെ മാറ്റുക. നിങ്ങൾ നൽകുന്ന വിശദീകരണങ്ങളെക്കാൾ വലിയ ശബ്ദമുണ്ടാക്കുന്നത് നിങ്ങളുടെ അസാന്നിധ്യമാണ്. 3. നിശബ്ദമായി അകലം പാലിക്കുക. ബ്ലോക്ക് ചെയ്യേണ്ടതില്ല. ഡ്രാമ വേണ്ട. ലളിതമായി ചെയ്താൽ മതി. കോണ്ടാക്റ്റ് മ്യൂട്ട് ചെയ്യുക. അവളുടെ സ്റ്റോറി കാണുന്നത് നിർത്തുക. വൈകി മാത്രം മറുപടി നൽകുക. ലഭ്യനല്ലാത്തവനായി മാറുക. നിങ്ങളുടെ ഈ മാറ്റം അവൾ ഉടൻ തന്നെ തിരിച്ചറിയും. അവിടെയാണ് അവളുടെ അഹങ്കാരത്തിന് വിള്ളൽ വീഴുന്നത്. 4. അവൾക്ക് കാണാൻ പാകത്തിൽ സ്വയം മെച്ചപ്പെടുത്തുക. വികാരങ്ങളല്ല, നിങ്ങളുടെ വളർച്ചയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. പുതിയ ശീലങ്ങൾ, പുതിയ ജീവിതശൈലി, പുതിയ ലുക്ക്. അവളില്ലാതെ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് കാണുമ്പോൾ അവളുടെ അഹങ്കാരം തകരും. ഒപ്പം യാഥാർത്ഥ്യം അവളെ വേട്ടയാടുകയും ചെയ്യും. 5. അവൾ പ്രതീക്ഷിക്കുന്ന അംഗീകാരം നൽകരുത്. അവൾ തിരികെ വരുമ്പോൾ അവൾ തീർച്ചയായും വരും. അമിത ആവേശത്തോടെ അവളെ സ്വീകരിക്കരുത്. ശാന്തനായിരിക്കുക. നിയന്ത്രണം പാലിക്കുക. നിഗൂഢത നിലനിർത്തുക. ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി നൽകുക. പ്രശംസകൾ ഒഴിവാക്കുക. നിന്നെ മിസ് ചെയ്തു എന്ന് പറയരുത്. നിങ്ങളുടെ ഇമോഷണൽ കൺട്രോൾ, അതാണ് അവളുടെ അഹങ്കാരത്തെ തകർക്കുന്ന ആയുധം. 6. നിങ്ങളെ അവൾക്ക് ആവശ്യമില്ല എന്ന് തോന്നിപ്പിക്കുക. താനില്ലാതെയും നിങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷം അവളിലുള്ള അഹങ്കാരം ഇല്ലാതാകും. എന്റെ കൂടെയുള്ളപ്പോൾ അവൻ കൊള്ളാം, പക്ഷെ കൂടെ ഇല്ലാത്തപ്പോൾ അവൻ അതിലും കേമനാണ്. ഈ സ്വാതന്ത്ര്യബോധമാണ് അഹങ്കാരത്തെ തകർക്കുന്ന ഏറ്റവും വലിയ ആയുധം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞെക്കി പൊട്ടിക്കാൻ മറക്കരുതേ. അപ്പോൾ ബൈ ബൈ.